വനജ ടീച്ചറെ, കുട്ടിയുടെ കയ്യിൽ നിന്നേ ഞാനൊരു മയിൽപ്പീലി പൊക്കിയിട്ടുണ്ട്. അതൊക്കെ മതി. ഇതിപ്പോ കുട്ടികൾ പറയുന്നത് ഇത് പുസ്തകത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന്. ടീച്ചർ ഇതാ ഹാജർ ബുക്കിനകത്തോട്ടൊന്ന് ചുരുങ്ങി കയറ്റാമോ? പറ്റത്തില്ലേ ടീച്ചറെ? വെച്ചിട്ട് പോവാനോ? വൈകിട്ട് വിളിക്കാമേ. മേടിച്ചോണ്ട് വരുന്നുണ്ട്. സംസാരിക്കരുത് വിടുന്നു. സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, വൈറലായിക്കൊണ്ടിരിക്കുന്ന സ്കിറ്റുകൾ, ആ സ്കിറ്റുകൾക്ക് പിന്നിലുള്ള 3 പേരെയാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. മറ്റാരുമല്ല, ഫ്ലവേഴ്സിന്റെ സ്വന്തം കുടുംബാംഗങ്ങളായ 3 പേരാണ്. നമസ്കാരം. ഇപ്പൊ എങ്ങനെയുണ്ട്? തിരക്കുകളോട് തിരക്കാല്ലേ? അയ്യോ, തിരക്കാവും, നല്ല തിരക്കാ. വീട്ടിൽ പോലും നിൽക്കാനെന്നുള്ള ഒരു അവസ്ഥ പറ്റാതെ വരുന്നുണ്ട്. സ്കിറ്റ് ഇത്ര പെട്ടെന്ന് ഹിറ്റാവും തോന്നി? ഇല്ല, ഒരിക്കലും തോന്നിയില്ല. അത് ആകാൻ കാരണമെന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് ടിവിയോട് ആദ്യം തന്നെ നന്ദി പറയുന്നു. പിന്നെ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകര്, നമ്മുടെ സ്വദേശം വിദേശത്തും ഒക്കെയുള്ള പ്രവാസി മലയാളികൾ അടക്കം. സ്കിറ്റുകളുടെ ഉത്ഭവം എങ്ങനെയാണ്? ഉത്ഭവം നമ്മൾ കൂടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് നമ്മൾ കണ്ടന്റ് നല്ലത് എടുക്കാന്നുള്ളതാണ്. അല്ലാണ്ട് പിന്നെ കൗണ്ടർ കിട്ടുന്ന സ്കിറ്റുകൾ നോക്കിയെടുത്തിട്ട് അത് കയറും എന്ന് ഉറപ്പുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ എടുക്കും. ഈ പൊടിയൻ ചേട്ടൻ മനേജ് ഇത്ര പെട്ടെന്ന് ഹിറ്റാവുന്ന ടീച്ചർ എത്ര പെട്ടെന്ന് ഹിറ്റായി മാറുമെന്ന് പ്രതീക്ഷിച്ചത്? അയ്യോ, ഒരിക്കലും ഇല്ല. നമ്മള് ഒടിയും കൊച്ചാട്ടം പിന്നെ നമുക്ക് കാണാം. വനജ ടീച്ചറിനെ നമ്മൾ കാണാതൊരു കഥാപാത്രമാണ് ഇത്ര കയറി ഹിറ്റായത്. പൊടിയൻ കൊച്ചാട്ടൻ ഇങ്ങനെ കാണുന്ന കഥാപാത്രം ഉദ്ദേശിച്ചത് നമുക്ക് ഈ എവിടുന്നെങ്കിലും പിക്ക് ചെയ്ത കഥാപാത്രമാണോ അതോ നമ്മുടെ പ്രസൻസിൽ വന്നതുകൊണ്ടുള്ളത്? അല്ല, പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊടിയും കൊച്ചാട്ടന്റെ കാമുകി, അത് പുള്ളിക്കാരൻ എവിടെയോ കണ്ട് ആരായിരുന്നു വീട്ടിൽ നിന്ന് എടുത്ത അമ്മയുടെ അമ്മയുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അമ്മൂമ്മയെ എന്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ആ ഒരു കഥാപാത്രത്തെയാണ്. കോമഡി എവിടെ കണ്ടാലും വിടത്തില്ല, വീട്ടിലായാലും പുറത്തായാലും തപ്പും. ആന്ന് കൂടുതലും വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ പൊക്കിക്കൊണ്ട് വന്നു. സുജിത്ത് അവർ അമ്മയുടെ മൺഡ്രസ്സും ഒക്കെയാണ് പൊടിയും കൊച്ചാട്ടന്റെ അമ്മൂമ്മയ്ക്ക് ഇത് കാണിച്ചത്. അവർ അമ്മയുടെ മൺഡ്രസ്സാണ്. ഞങ്ങൾ ഒരു ദിവസം പോയി ഇത് കണ്ടു, നേരിട്ട് ഞങ്ങളിരുന്ന് കണ്ടു. മോനെ, ഇതൊന്ന് നോക്കതേണ്ട. ഇത് എക്സ്റേ അല്ലേ? ഇതിന്റെ അകത്ത് എവിടെങ്കിലും ഒരു കഷ്ണം ഇറച്ചി നിനക്കൊന്ന് കാണിക്കാമോ? മൊത്തം എല്ലല്ലോടാ. എടാ മോനെ, എന്നെ പട്ടിണിക്ക് ഇട്ടേക്ക് വാടാ. എടി, നീ അമ്മമ്മയ്ക്കൊന്നും കൊടുക്കത്തില്ലോടി നീ? എന്റെ അണ്ണ അവിടെ ആദ്യം ആഹാരം വെച്ച അമ്മമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്നത്. ആണോ? ഓ, തരും മോനെ, നീ കേട്ടോളാം. ഇവിടെ മാങ്ങ വാങ്ങിച്ചാ മാങ്ങാണ്ടി എനിക്ക്, കോഴിയെ വാങ്ങിച്ചാ മാങ്ങാണ്ടി എനിക്ക്. ഞാൻ എന്തുവാടാ ഇവിടുത്തെ മാങ്ങാണ്ടി തള്ളയാണോ? പക്ഷേ നീ മാങ്ങാണ്ടി തള്ള ഈ അമ്മമ്മയോട് എന്ത് വഴി കാണിക്കുന്നേ? അയ്യോ, ഞാനൊന്നും കാണിക്കുന്നില്ല. അമ്മമ്മ അവിടെ പോയി ഇരുന്നേ. അവിടെ പോയിരിക്കും. മോനെ, ഈ വേദന എനിക്ക് കുറയുന്നില്ലടാ. മരുന്ന് കഴിക്കണം. അയ്യോ, അതും അവളാ തിന്നുന്നത്. അമ്മ അവിടെ പോയിരുന്നേ, അവിടെ പോയി. അടുത്ത ഇനി എന്താ? അടുത്ത ഇനിയും ഒന്നും രക്ഷപ്പെടുത്തില്ല, നിരാശപ്പെടുത്തത്തില്ല. അത്തരത്തിലുള്ള ഒരു സാധനം കണ്ടന്റ് കണ്ടെത്തി. ഇപ്പം ഉത്തരവാദിത്തം കൂടിയില്ലേ, ഇനി നമ്മൾ പഴയതോട് താന്നു പോകാൻ പറ്റത്തില്ല. ഇനിയും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് നല്ല പൊട്ടിച്ചിരിപ്പിച്ചില്ലെങ്കിൽ ഈ ഉയർച്ച താഴോട്ട് പോകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ അശ്ലീലപരമായ ഒരു യാതൊന്നുമില്ല, ഡയറക്റ്റ് കോമഡി, നേരിട്ടുള്ള സാധനം പറയാ, ആ ഒരു തീം എങ്ങനെയാണ് കൊണ്ടുവന്നത്? അത് കൊണ്ടുവരാൻ കാരണം എന്ന് ചോദിച്ചാല് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, കുടുംബ സമയത്ത് വരുന്ന എല്ലാവർക്കും കാണണം. അച്ഛന്, അമ്മ, മക്കള് എല്ലാരും കൂടി ഒന്ന് കാണണം. ആ 4 പട്ടിയെന്നില്ലേ? 4ലെയോ? ഒരു 4 ഒരു 4 24 4 കിടന്നാലും 4 4 എടാ 24 8 8ന്റെ പട്ടികയല്ലോ. 8ന്റെ 2 4 8ന്റെ പണിയായത്. 8ന്റെ പട്ടികയിൽ 8ന്റെ ഒരെട്ട് 16. ആരുടെ? എന്റെ. എടാ ഈരട്ട് 16, ഈരട്ട് 16, മൂക്കെട്ട് മൂവെട്ട് നോക്കട്ടെ. ഈ സംഗീതത്തിലൂടെയാണ് നിങ്ങൾ തമ്മിൽ കൂട്ടുകാരാവുന്നത്, പിന്നീട് സ്കിറ്റിലേക്ക് വരിക. അതിന്റെ കഥ എന്താ? കഥ സുജിത്ത് സൂപ്പർ പാട്ടാ. അപ്പൊ ഞങ്ങള് ചെറിയ പ്രോഗ്രാമൊക്കെ പോകും. ഞാൻ ചെറിയായിട്ട് ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കും. ചെറിയായിട്ടല്ല, അപ്പം പുള്ളി നന്നായിട്ട് എല്ലാ ഇൻസ്ട്രുമെന്റ്സും കൈകാര്യം ചെയ്യുന്നത്. സംഗീതത്തിലൂടെ പരിചയപ്പെട്ടു, സ്കിറ്റിലായി, അവസാനം വഴിയിൽ നിന്ന് രാജേഷിനെ കിട്ടി, അവസാനം ടീമായി. കറക്റ്റ്, അങ്ങനെ തന്നെ. അപ്പൊ ഞങ്ങൾ കണ്ടു പോയ കൂട്ടത്തിൽ രാജേഷും വന്നു കയറിയതല്ല, ഞങ്ങൾ വിളിക്കുക എല്ലാം കൂടാ, എല്ലാം ഉണ്ടാകുന്നത്. ഇതൊരു ഭാഗ്യം കൂടെ ഉണ്ട്, എല്ലാവരും ഒരുമിച്ച് കയറിയ. ഞങ്ങള് ജീവിതത്തിൽ, സത്യം പറഞ്ഞ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷ, പത്തനാപുരംകാരനും കോന്നിക്കാരനും റാന്നിക്കാരനോട് ഒരുമിച്ചൊരു വേദി വരണമെങ്കിലേ ജീവിതത്തിൽ പ്രതീക്ഷയില്ല. ഒരു കാരണവശാലും ഞങ്ങൾ പ്രതീക്ഷയില്ല നമ്മൾ ഇങ്ങനെ ഒരു വേദിയിൽ എത്തുമെന്നൊന്നും. ഇതിനകത്ത് വേറെ സംഭവം എന്താണെന്നറിയുമോ? ഈ ഷോയിൽ നിന്ന് ഞങ്ങള് ഫസ്റ്റ് ഓഡീഷന് പോയതാ, വേണ്ടെന്ന് വെച്ച് പോയതാ. പിന്നെ അവര് ഞങ്ങളടുത്ത് ഒരു സ്കിറ്റ് 2 മിനിറ്റോളം ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. അപ്പം പെട്ടെന്ന് പഠിക്കാൻ പറ്റാത്ത ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പൊ വൈറ്റിലെ ഹബി വന്നപ്പോൾ പിന്നെ അവർ തിരിച്ചു വിളിച്ച് വരാൻ പറഞ്ഞു. തിരിച്ചു വിളിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ കണ്ടന്റ് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അവരെന്ന് ഉടനെ
അടുത്ത ഷെഡ്യൂളിൽ വരാൻ പറഞ്ഞു. ആ ഷെഡ്യൂളിൽ വന്നപ്പോൾ 2 സ്കിറ്റും ഫ്ലോപ്പ് ആയപ്പം ഈ ടീം വേണ്ട പൊയ്ക്കോളാൻ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വിട്ടേ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഒരു സ്കിറ്റൂടെ അവസരം തരാൻ പറഞ്ഞു. ആ സ്കിറ്റ് ഞങ്ങൾ കളിച്ചു കയറ്റി, പെയിന്റ് അടിക്കുന്ന സ്കിറ്റ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ പുറമെ ബാല വന്നു. ആ ബാലയാണ് ഞങ്ങളെ ജനങ്ങളുടെ മുന്നിൽ പിടിച്ചിരുത്തിയതും പിന്നെ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടേ ഇല്ല. വെച്ചടി 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 വെച്ചടി. എനിക്കൊന്ന് വലിയ ആരാധക വൃന്ദം തന്നെയുണ്ട്. നമ്മളിവിടെ നിന്ന് കാണുന്നതിന് എത്ര പേരാണല്ലേ? അയ്യോ, ഇതൊന്നും അല്ല, ഒരുപാട് പേരുണ്ട്. ഭയങ്കര സന്തോഷമല്ലേ നമുക്കിത് കാണുമ്പോൾ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ആഗ്രഹം. എത്ര വർഷമായി കലാരംഗത്തുണ്ട്? ഞാൻ 15 വർഷം കൊണ്ടുണ്ട്. ഞാൻ നേരത്തെ വേറൊക്കെ ചാനലുകളിൽ പ്രോഗ്രാമായിട്ട് നിൽക്കുമായിരുന്നു. ഗണിതശാസ്ത്രത്തിന്റെ പിതാവാര്? അയ്യോ, എനിക്കറിയത്തില്ല. ശാസ്ത്രത്തിന്റെ സാറങ്ങ് പറ. ഹലോ, വനജ ടീച്ചറെ, ഈ വനജ ടീച്ചറിന്റെ പിതാവാര്? വനജ ടീച്ചറിന്റെ പിതാവ് ഗണിത ടീച്ചറിന്റെ പിതാവാരാ ടീച്ചറെ? മാറിയോ? അപ്പം പുതിയത് മതി. ടീച്ചർ പറയുന്നത് പഴയതിനകത്ത് നേരെ വേറെ ഒരു പിതാവായിരുന്നു, ഇപ്പം പുതിയതിനകത്ത് മാറ്റം ഉണ്ടെന്നാ പിതാവ്. അങ്ങനെ പറഞ്ഞാൽ മതി. സിലബസ് മാറിയില്ലോടാ, ഉടനെ പിതാവും മാറുമോ? പിന്നെ സിലബസ് മാറുമ്പോ പിതാവ് മാറും. 6നെ 2ആയി ഭാഗിച്ചാൽ എന്ത് കിട്ടും? 6നെ 2ആയി ഭാഗിച്ചാൽ വെടിക്കെട്ട് 2 ഡാം ഉണ്ടാക്കാം. നമ്മളിപ്പോ ഒരാളിങ്ങനെ കാണുമ്പോഴേ കൈ കാണിച്ച് എൻ്റെ അടുത്ത് വന്ന എൻ്റെ ജീവിതത്തിലുണ്ടായൊരു സംഭവമാണ്. പത്തനംതിട്ട സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൈ കാണിച്ച് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇതിനകത്ത് കോമഡിക്കകത്ത് കണ്ട അങ്ങനെയുള്ള പരിചയം കൊണ്ട് കൈ കാണിച്ചായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കൈ കാണിച്ചു. അന്നത്തെ പുള്ളി ഒന്നും പറഞ്ഞത്, കഴിഞ്ഞ ദിവസം പണിക്ക് വന്ന ആളല്ലേ ആ ഒരു സാധനം. അപ്പം നമ്മളെ ചെറിയൊരു ചമ്മലായിപ്പോയി. ഞാൻ വിചാരിച്ച കോമഡിക്കകത്ത് കണ്ടതാണെന്ന് വെച്ചാൽ ഇപ്പൊ കൈ കാണിക്കുന്ന ഓരോരുത്തരും പേരെടുത്ത് വിളിക്കുന്നുണ്ട്, കഥാപാത്രങ്ങൾ. ഇപ്പം കഥാപാത്രത്തിന്റെ പേര് വെച്ച് വിളിക്കുന്നുണ്ട്. അത് ദൈവത്തിനോട് നന്ദി പറയുന്നു ഒരുപാട്. ഇപ്പം ഒരുപാട് സന്തോഷമുണ്ട്. നേരത്തെ ഞാൻ സ്കിറ്റ് കളിക്കാൻ ചാനലിൽ പോകുമ്പോൾ ഈ രാത്രി 8:30-ക്കൊക്കെയാണ് എന്റെ എപ്പിസോഡ് വരുന്നെങ്കിൽ ആ അന്നത്തെ നാട്ടുകാർ, എന്റെ നാട്ടിലുള്ള നാട്ടുകാരെ എപ്പിസോഡ് കണ്ടിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം, എപ്പിസോഡ് കണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെ എന്നെ കാണുമ്പം അവര് നോക്കുന്നത് എങ്ങനെയാണെന്നറിയാവാ? ഇന്നലെ രാത്രി 8:30-ക്ക് ഞാൻ എന്തോ വലിയ കുറ്റം ചെയ്തതിന്റെ കൂട്ടാണ് നോക്കുന്നത്. എന്തോ അവ ഇന്നലെ ചെയ്ത മൊത്തം എന്തോ കുറ്റം പോലെ ചിരിച്ചു കാണിക്കുന്നത് പോലും ഇല്ല. ചിരിച്ചു കാണിച്ചാൽ എനിക്ക് അവതരിപ്പിക്കാൻ പോയിട്ട് അവസാനം ട്രാജഡി ആ അവസ്ഥയിലേക്കാണ് വന്നത്. പക്ഷേ ഈ ഐറ്റം വേറെ വന്നേ പിന്നെ ഇപ്പൊ അവരിങ്ങോട്ട് എന്നെ വിളിച്ചു ചോദിക്കും, സ്കിറ്റ് എപ്പോഴാണ് നിന്റെ സ്കിറ്റ് എപ്പോഴാണ്? അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടുന്നത്. ഭയങ്കര സന്തോഷമാണ്. ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ? സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി? ഇവിടെ മൈസൂർ. അത് പറഞ്ഞു വരട്ടെ. സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് ആ ചുരം ഞാൻ കയറി വരണ്ടേ? അതിനൊന്നും സാറിനെ പറയാൻ തുടങ്ങി. ഞാൻ ഈ പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പേ വീട്ടിൽ ഭയങ്കര ഓളമായിരുന്നു. പാട്ടൊക്കെ വെച്ചിട്ട് പാട്ട് എടുത്ത്, പിന്നെ ആംപ്ലിഫയർ ഉണ്ട് എല്ലാം. സംഗീതം. അപ്പൊ അത് ഭയങ്കര പാടുമ്പോൾ വീട്ടില് എല്ലാവരും കൂടെ കരൊക്കെ ഗാനങ്ങളൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. അപ്പൊ ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഞാൻ മാറി ഒരൊറ്റ ഇരിപ്പ കസേരയില്. സംഭവം എന്ന് വെച്ചാൽ സ്കിറ്റ് ഉണ്ടാക്കണമല്ലോ, കൗണ്ടർ വേണം, വീട്ടിൽ മിണ്ടുന്നില്ല, പറയുന്നില്ല, ഞാൻ മാറിപ്പോ ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ തന്നെ പിള്ളേർക്കും വൈഫിനൊക്കെ ഭയങ്കര വിഷമായിരുന്നു. കാരണം നല്ല ഓളതി ഇരുന്നല്ലേ, 7 മണിയാകുമ്പോൾ ഞങ്ങൾ പാട്ടും വേണം കിടക്കാൻ പറ്റുന്നില്ല. ഇതേ അവസ്ഥയല്ലേ ഞങ്ങൾക്ക് 3 പേർക്കും. അത് തന്നെ, വീട്ടിൽ സംസാരമില്ല, മാറിപ്പോയിരിക്കുക. മാറിപ്പോയിരുന്നത് നമ്മളെന്തോ മോശം അല്ല ചെയ്ത പോലെ പോയിരിക്കുന്നത്. ഇത് നമ്മൾ പുകയോ, ഞാൻ നാളെ കൗണ്ടർ വേണമല്ലോ, 10 എണ്ണം വേണമല്ലോ. അപ്പൊ നമ്മളെ കഴിക്കാൻ വിളിക്കുന്നൊക്കെ നമുക്ക് ദേഷ്യമാണ്. അങ്ങനെ കഴിക്കാൻ വിളിക്കുക. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം ഉത്തരവാദിത്വം കൂടിയപ്പോഴത്തേനെ വളരെ സൂപ്പർ താരങ്ങളായി വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോവാണ്. എല്ലാവർക്കും ആശംസകൾ, എല്ലാവിധ ഭാവങ്ങളും. ഓക്കെ, നമ്മുടെ വൈറൽ താരങ്ങൾക്കൊപ്പമാണ് ക്യാമറമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24 കൊല്ലം.